ബഡ്ജറ്റ് പുസ്തകം എല്ലാ കൗൺസിൽ അംഗങ്ങൾക്കും മാധ്യമപ്രവർത്തകരും വിതരണം ചെയ്യാവുന്നതാണ്. ആരംഭിക്കുകയാണ്. തിരുവനന്തപുരം മുനിസിപ്പൽ കോർപ്പറേഷൻ ബഡ്ജറ്റ് 2026-27 മേയറുടെ ആമുഖ പ്രസംഗം. പ്രിയപ്പെട്ടവരെ, അഭിമാനാർഹമായ ചരിത്രവും മഹത്തായ പാരമ്പര്യവും പേറുന്ന തിരുവനന്തപുരം നഗരഭരണത്തിന് നേതൃത്വം നൽകാൻ വികസിത തിരുവനന്തപുരം എന്ന ലക്ഷ്യം മുൻനിർത്തി പ്രവർത്തിക്കുന്ന NDA നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതിയെ തെരഞ്ഞെടുത്തതിൽ തിരുവനന്തപുരം ജനതയോട് നന്ദി രേഖപ്പെടുത്തുന്നു. 2026-27 സാമ്പത്തിക വർഷ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന ഈ ഘട്ടം നഗരഭരണ ചരിത്രത്തിലെ ഒരു നിർണായക നാഴികക്കല്ലാണ്. പുതിയ ഭരണസമിതിയുടെ ആദ്യ ബഡ്ജറ്റ് എന്ന നിലയിൽ ഇത് ഒരു സാമ്പത്തിക രേഖ മാത്രമല്ല, ഭരണത്തിൻ്റെ മൂല്യങ്ങളും ദിശാബോധവും മുൻഗണനയും ഉത്തരവാദിത്ത ബോധവും വ്യക്തമാക്കുന്ന ഒരു പ്രഖ്യാപനമാണ് ഇവിടെ നടത്തുന്നത്. ജനങ്ങൾ നൽകിയ വിശ്വാസം ഉത്തരവാദിത്തത്തോടെ കൈകാര്യം ചെയ്യുക എന്നതാണ് നമ്മുടെ പ്രധാന കടമ. അതിൽ ഉറച്ചുനിന്നും ആ ബോധം ഉൾക്കൊണ്ടുമാണ് ഈ ബഡ്ജറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. 2026-27 വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുവാൻ വേണ്ടി ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി മേയർ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട മേയർ, ബഹുമാനപ്പെട്ട കൗൺസിൽ അംഗങ്ങൾ, പ്രിയപ്പെട്ടവരെ, മാറാത്തത് ഇനി മാറും എന്ന മുദ്രാവാക്യം ഏറ്റെടുത്ത് ഈ ചരിത്ര വിജയത്തിന് പിന്തുണ നൽകിയ തിരുവനന്തപുരം ജനതയ്ക്ക് എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി. തിരുവനന്തപുരം നഗരസഭയുടെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ തങ്കലിപികളായി എഴുതി ചേർത്ത സുദിനമാണെന്ന്. നഗരസഭയുടെ 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള വാർഷിക ബഡ്ജറ്റാണ് അംഗീകാരത്തിനായി സഭയുടെ മുൻപാകെ ഈ ദിവസം അവതരിപ്പിക്കുന്നത്. നാം മാറ്റത്തിന് തുടക്കമിട്ടവരാണ്. തലസ്ഥാന നഗരിയെ രാജ്യത്തെ ഏറ്റവും മികച്ച നഗരമാക്കി മാറ്റാനുള്ള വലിയ പരിശ്രമത്തിന് ഒപ്പം നിന്നവരാണ് തിരുവനന്തപുരത്തെ ജനത. വികസിത തിരുവനന്തപുരം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വച്ചപ്പോൾ അതിനായി വിധി എഴുതിയ ജനതയ്ക്ക് നല്ല ഭരണത്തിന് മാതൃക നൽകാൻ സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തോടെയാണ് 2026-27 സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 5 കൊല്ലം കൊണ്ട് ഭരണസമിതി നടപ്പാക്കാൻ പോകുന്ന വികസന പദ്ധതികളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും പ്രഥമ വർഷത്തെ ബഡ്ജറ്റ് രേഖയാണിത്. തിരുവനന്തപുരം നഗരസഭയിൽ അധികാരത്തിലെത്തിയാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി തലസ്ഥാനത്തെത്തി നമ്മുടെ വികസന രേഖ ഏറ്റുവാങ്ങുമെന്ന പ്രഖ്യാപനം ഏവരും ആവേശപൂർവ്വം സ്വീകരിച്ചതാണ്. അധികാരത്തിലെത്തി 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തെത്തി നഗരവികസനത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനവും നൽകി. തുടർന്ന് പ്രധാനമന്ത്രി കൗൺസിലർമാർക്ക് നൽകിയ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും എല്ലാ പ്രതീക്ഷകൾക്കും ആഗ്രഹങ്ങൾക്കും അപ്പുറമുള്ളതായിരുന്നു. തിരുവനന്തപുരം നഗരസഭയുടെ ചരിത്രപരമായ മാറ്റത്തിനുള്ള സമയമാണിത്. അനന്തമായ വികസന സാധ്യതയുള്ള ഈ നഗരത്തിന്റെ വികസനം പൂർണ്ണമായി ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളാണ് ഈ ബഡ്ജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്.